ഇപ്പൊ ശൈലജ ടീച്ചറെ പോലെ ഒരാള് വളരെ വൈകാരികമായി ഈ വിഷയം ഉന്നയിക്കുന്നത് നാടകമാണ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് PR ഏജൻസികളെ വെച്ച് വൈകാരിക പ്രകടനം നടത്തി നുണബോംബ് പൊട്ടിക്കുകയാണ് എന്നുള്ളതാണ്. അതിനൊന്നും ഇല്ലേ? ഒരാൾ നേരിട്ടുള്ള ട്രോമ അവര് തുറന്നു പറയുന്നതിനെ നുണബോംബ് എന്നൊക്കെ പറയുന്നത് ഇൻസെൻസിറ്റീവ് അല്ലേ? ആണോ? ഭയങ്കര. അഭിലാഷ്, എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരിട്ട് പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടെന്നാൽ അവർ ഈ കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരൊരു PR ഏജൻസിയെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം അവരെ സംബന്ധിച്ച് കോവിഡ് കാലത്ത് നടത്തിയുള്ള അഴിമതിയെ സംബന്ധിച്ച് സംസാരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ലോകായുക്തയുടെ മുന്നിലുണ്ട്. അതിനെതിരായി അവർ ഹൈക്കോടതിയിൽ പോയിട്ട് പോലും നടക്കാതെ അത് ക്യാൻസൽ ആകാതിരിക്കുകയും അഥവാ കേസ് കൊള്ളാതിരിക്കുകയും ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ കോവിഡ് കാലത്ത് നടത്തിയ ആ പകൽക്കൊള്ള, ആ കൊള്ളയെ പോലും മറച്ചു വെക്കാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതും അവരുടെ PR ഏജൻസി ഉപയോഗിച്ചതും നമുക്കൊക്കെ അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരുടെ കോവിഡ് കാലത്തെ PR വർക്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നോക്കൂ, ഇവിടെ അവിടെ വടകര നിയോജകമണ്ഡലത്തിൽ ബോംബ് പൊട്ടി ഒരാൾ മരണപ്പെട്ടു. CPM അവിടെ ബോംബ് നിർമ്മിക്കുന്നു, അവിടെ കലാപാഹ്വാനം നടത്തുന്നു എന്നതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ തന്റെ പരാജയം ഒരു വെളിപ്പാടകലെ തന്റെ പരാജയം അടുത്ത് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മറ്റൊരു PR ഏജൻസിയുടെ പിൻബലത്തോടുകൂടി ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളുമായി തീർത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? PR ഏജൻസികളെ എല്ലാ പാർട്ടികളും എല്ലാ സ്ഥാനാർത്ഥികളും ഉപയോഗിക്കുമല്ലോ. PR ഏജൻസികളെ ഉപയോഗിക്കുന്ന തരുന്നില്ല. അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വനിത എനിക്ക് ഇങ്ങനെ ഒരു അനീതി നേരിട്ടു എന്ന് പറയുമ്പോൾ അതിനെ ഒരു തെളിവുമില്ലാതെ ഇത് നാടകമാണ്, ഇത് അഭ്യാസമാണെന്ന് റദ്ദാക്കി കളയുന്നത് എങ്ങനെയാണ്? അത് ശരിയായ രാഷ്ട്രീയമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വാദഗതിക്ക് വേണ്ടി താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചാൽ അവർ പറയുന്ന സോ കാൾഡ് മോർഫ് വീഡിയോ, ആ വീഡിയോയെ സംബന്ധിച്ച് അതിന്റെ ഒരു പെൻഡ്രൈവ് അവർ DGPക്ക് കൊടുക്കുമോ? അവർ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമോ? അത് പിന്നെ ഞാൻ ചോദിക്കുന്നത്, അവർക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മൾ ആരും കാണണ്ട. ഇത് ആര് കണ്ടിട്ടുണ്ട്? ഏത് വീഡിയോ? എവിടത്തെ വീഡിയോ? ആരുണ്ടാക്കിയ വീഡിയോ? എവിടെ പ്രസിദ്ധീകരിച്ച വീഡിയോ? ഏത് സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്? അതിനെക്കുറിച്ച് പറയട്ടെ, അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയട്ടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവർ കൊടുത്ത പരാതി എന്റെ കൈവശമുണ്ട്. DGPക്ക് കഴിഞ്ഞ 25-ാം തീയതി അവർ കൊടുത്തല്ലോ പരാതി. എന്റെ ഇതുവരെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായിരിക്കുന്ന ഈ ശൈലജ ടീച്ചർ കൊടുത്ത ഒരു പരാതി, ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അപ്പോ അതോ മുഖ്യമന്ത്രിയും കൂട്ടരും അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ശൈലജ ടീച്ചറുടെ പരാതി മുക്കുകയാണോ? അപ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണമായ പരാജയമാണെന്ന് മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തക മുൻ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നയാൾ, കഴിഞ്ഞ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നയാൾ തന്നെ പരസ്യമായി സമ്മതിക്കുകയും പരസ്യമായി മാധ്യമങ്ങളോട് പറയേണ്ടി വരികയും ഉണ്ടാകുന്ന സാഹചര്യം. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് വ്യാജമായിട്ടുള്ള ആരോപണമാണ്. ഇത് രണ്ടിലൊന്നും സംഭവിക്കണം. 100% ഞാൻ യോജിക്കുന്നു. സിന്ധു ജോയിക്കെതിരായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള അധിക്ഷേപം എനിക്കിവിടെ പറയാൻ എന്റെ വാക്കുകൾ എനിക്ക് അനുവദിക്കില്ല. അത്രയ്ക്ക് ഹീനകരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ലതിക സുഭാഷിനെതിരായിട്ട് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഈ ശൈലജ ടീച്ചർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? KK രമയെ കേരളത്തിന്റെ നിയമസഭയിൽ എങ്ങനെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്? അവരെ ആസ്ഥാന വിധവ എന്ന് ആക്ഷേപിച്ചിട്ടുള്ളത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അവരുടെ വൈദവ്യത്തെ കുറിച്ച് അവരുടെ വിധിയാണ് എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞയാളുടെ പേര് MM മണി എന്നാണ്. ആ ഘട്ടത്തിൽ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ശൈലജ. അവർ പറഞ്ഞിട്ടുണ്ടോ അത് മോശമായി പോയി എന്ന്? നിങ്ങൾ ചോദിക്കുന്ന വീഡിയോ എവിടെ നിന്നൊക്കെ എന്തൊരു അന്തസ്സില്ലാത്ത ചോദ്യമാണ്. എനിക്കിപ്പോ ആ വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളാണോ ഇത് പ്രചരിപ്പിക്കുന്നത്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ആരെയും കാണിക്കേണ്ട വീഡിയോ ഉണ്ടാക്കിയ ആളെയും അത് പ്രചരിപ്പിച്ച ആളുകളെയും പിടിച്ചാൽ മതി. ഇവരാണ് കുറ്റവാളികൾ, ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് പോലീസിനോട് പറഞ്ഞാൽ പോരെ? പോലീസിനോടൊക്കെ പറയും. വെറുതെ കിടന്ന് ഉരുളാദാശനെ. നിങ്ങളുടെ കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഈ കാര്യങ്ങൾ അവിടെ നടപ്പാക്കാൻ വേണ്ടി ഒരാൾ അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അയാളാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി സ്വന്തം സഹപ്രവർത്തകരെ, സ്വന്തം സംഘടനയിലെ പ്രവർത്തകരെ വഞ്ചിച്ച് വ്യാജ പ്രസിഡന്റായിട്ട് ഇപ്പൊ അധികാരത്തിൽ തുടരുന്ന ആള്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ ഭരിക്കുന്നത് ആഭ്യന്തരം ഭരിക്കുന്നത് നിങ്ങളല്ലേ? ആരെങ്കിലും തെറ്റായ കാര്യം കാണിച്ചാൽ അത് കൃത്യമായി കണ്ടുപിടിക്കാറ്. ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഷാഫി പറമ്പിലിന് വേണ്ടി വടകരയിൽ ശൈലജ ടീച്ചറെ തേജോവധം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ്. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയില്ലേ എന്നുള്ളതാണ് ഉത്തരം. അതെ അങ്ങനെയല്ലോ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഇതാണ് ബോധ്യം, അതിന് കാരണം ഉണ്ടാവണം. അതല്ലാതെ പണ്ട് ആരോപണം ഉണ്ടായില്ലേ, അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും, ഇയാൾ അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ അപൂർവം നടക്കും. ഇതൊക്കെ വളരെ വെയിഗായി നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. വോട്ടിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? പിന്നെ ശൈലജ ടീച്ചറുടെ വീഡിയോ ഞങ്ങളാണോ പ്രചരിപ്പിക്കുന്നത്?
ഷാഫിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാഫിയുടെ ഈ സംഘം, ഈ ക്രിമിനൽ സംഘം അവിടെ തമ്പടിച്ച് ക്യാമ്പ് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ തുടർച്ചയിൽ പച്ച തെറി വിളിക്കുന്നു. കേസ് കൊടുത്തപ്പോ തെറിയുടെ ശക്തി കൂടുന്നു. ശരി. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഇത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളാണോ കുറ്റക്കാർ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം 25-ാം തീയതി കൊടുത്ത ആ ശൈലജ ടീച്ചർ കൊടുത്ത പരാതി, ആ പരാതിയിന്മേൽ എന്ത് നടപടിയെടുത്തു സംസ്ഥാനത്തെ പോലീസ്? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഒരു വനിതാ നേതാവ് അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവർക്കെതിരെ വ്യക്തിയധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയോടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോടും പരാതി രൂപേണ കൊടുത്തിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും അതിന്മേൽ അടയിരിക്കുന്നു എങ്കിൽ ഒന്നുകിൽ ഈ പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ കണക്കാക്കേണ്ടി വരും. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.